KSRTC ഇഷ്ടപ്പെടാത്ത മലയാളികൾ വളരെ ചുരുക്കമായിരിക്കുമല്ലോ. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് പുതുക്കി പണിത KSRTC ബസ് സ്റ്റേഷനിലാണ്. നമസ്കാരം, വിരാട വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ മുമ്പത്തെ KSRTCയുടെ ലുക്ക് ഇതായിരുന്നു കേട്ടോ. മഴ പെയ്താൽ വെള്ളമകത്ത് കയറുന്ന ഒരു സൗകര്യവുമില്ലാത്ത ഏറ്റവും വൃത്തികെട്ട ഒരു ബസ് സ്റ്റേഷനായിരുന്നു. എന്നാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എറണാകുളത്തെ ഒരു സ്ഥലവുമായിരുന്നു സൗത്തിലെ ഈ ബസ് സ്റ്റേഷൻ. 2026 മാർച്ച് 6 ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാറാണ് ഈ പുതുക്കി പണിത KSRTC ഉദ്ഘാടനം ചെയ്തത്. കളറൊക്കെ മാറിയിട്ടുണ്ട്, ആകെ ഒരു മൊഞ്ചു വന്നിട്ടുണ്ട്. ഇത് 1.88 കോടി രൂപ മുടക്കിയിട്ടാണ് ഇത് പുതുക്കി പണിതിരിക്കുന്നത് കേട്ടോ. ഏതാണ്ട് 12,500 സ്ക്വയർ ഫീറ്റ് കോട്ട സ്റ്റോണൊക്കെ നിരത്തിയിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ നിലത്തു നിന്നും ഏതാണ്ട് 60 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് പോലും. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അടുത്ത മഴ വരെ നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഇത് 60 സെൻറ്റിമീറ്റർ ഉയർത്തിയിട്ടാണ് ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ പണി ഏതാണ്ട് പൂർത്തിയായ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇപ്പോഴും ചില പണികളൊക്കെ നടക്കുന്നുണ്ട്. നല്ല ബിൽ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല എന്താ പറയുക, കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള ട്രെയിൻ കടന്നു പോകുന്നത് നമുക്കിവിടെ കാണാം. വേസ്റ്റ് ബോക്സുകളൊക്കെ പലയിടത്തും വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നല്ല പൊടിയാണ് ഇപ്പോൾ. അതുപോലെ AC വെയിറ്റിംഗ് റൂമുകൾ ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. അതുപോലെ മധുരം കഴിക്കാനുള്ള സംവിധാനം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ചോക്ലേറ്റ്സൊക്കെ വാങ്ങിച്ച് കഴിക്കാനായിട്ട് വേസ്റ്റ് ഇടാനുള്ള പാത്രമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മന്ത്രിയുടെ നാട്ടിലേക്ക് പോകുന്ന KSRTC ആണ് കേട്ടോ. പത്തനാപുരത്തേക്ക് പോകുന്ന KSRTC ആണ്. പിന്നെ പ്രിയപ്പെട്ട യാത്രക്കാരെ, നിങ്ങളോടുകൂടെ പറയാനുള്ളത്, നമ്മളും കൂടെ വിചാരിച്ചാലേ ഈ സ്ഥലം നല്ല വൃത്തിയായിട്ട് കിടക്കുള്ളൂ. നമ്മുടെ വേസ്റ്റ് നമ്മുടെ ഉത്തരവാദിത്വമെന്ന് കരുതുക. അകത്തൊക്കെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. കുറച്ച് ഷോപ്പുകളൊക്കെ വന്നിട്ടുണ്ട്. ഏതാണേലും തീരെ മോശമല്ല, കൊള്ളാം എന്ന് വേണം നമുക്ക് ഒറ്റ നോട്ടത്തിൽ പറയാൻ. പണ്ട് ഇതിനകത്ത് മുഴുവൻ ഇരുട്ടും ഇതൊക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തിറങ്ങി നോക്കാം. പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ KSRTCയുടെ മുൻവശം. ഇതിലൂടെയാണ് ശരിക്കും അകത്തേക്ക് കയറേണ്ടത്. തൊട്ട് ചേർന്ന് തന്നെ KSRTCയിലെ പമ്പുണ്ട്. ഇത് റിനോവേറ്റ് ചെയ്തിരിക്കുന്നത് BPCLൻ്റെ 99 ലക്ഷവും അതുപോലെ ജിയോജിത്ത് 12 ലക്ഷവും MLA CJ വിൻസെൻ്റ് ആസ്തി വികസന ഫണ്ടിൽ നിന്നും MLA ഫണ്ടിൽ നിന്ന് 77.7 ലക്ഷവും കൂടെ മുടക്കിയാണ് ഈ 1.88 കോടി രൂപയുടെ റിനോവേഷൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. ഈ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പക്ഷേ ഒരു സൈഡിലായി പോയി എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഫ്രണ്ടിലായിരുന്നു ഇത് കാണേണ്ടിയിരുന്നത്. ഒരു സെൽഫി പോയിൻ്റ് പോലെ കാണേണ്ടിയിരുന്നത്. എന്താണെങ്കിലും അതിലെ KSRTC, ഞാനും തീർച്ചയായും KSRTC ഇഷ്ടപ്പെടുന്ന ഒരാളാണ് രാത്രി യാത്രകളിൽ. ഈ കിടക്കുന്ന ബസ്സുകളൊക്കെ കർണാടക RTCയുടെ ബസ്സുകളാണ് കേട്ടോ. കിടക്കുന്ന കർണാടക RTCയുടെ ബസ്സുകളും ഈ കിടക്കുന്നത് തമിഴ്നാട് ബസ്സുകളുമാണ് ഈ കിടക്കുന്നത്. അവരിവിടെ പുതിയ ടോയ്ലറ്റ് കോംപ്ലക്സ് സുലഭ ഇൻ്റർനാഷണലാണത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. നല്ല ഡിജിറ്റൽ ക്ലോക്ക് റൂമും നല്ല ടോയ്ലറ്റും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ഈ കിടക്കുന്ന ബസ് എന്ന് പറഞ്ഞാൽ ഡബിൾ ഡെക്കർ സിറ്റി റൈഡിന് വേണ്ടിയിട്ടുള്ള ബസ്സാണ്. തിരുവനന്തപുരത്താണെങ്കിൽ അത് ഇലക്ട്രിക് ബസ്സാണ്. ഇവിടെ ഈ ബസ്സാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതാണ് പുതിയ KSRTCയുടെ കാഴ്ചകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.